ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു അനദർ റിവ്യൂ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ആക്റ്റീവ് സബ് വൂഫറാണ്. ക്ലിപ്ച്ച് എന്ന US ബ്രാൻഡിൻ്റെ ഒരു 12-ഇഞ്ച് സബ് വൂഫറാണിത്. ഇതിൻ്റെ മോഡൽ നമ്പർ എന്തെന്ന് വെച്ചാൽ SW-112 എന്നാണ്. ഞാൻ ഈ സബ് വൂഫർ വാങ്ങിച്ചിട്ട് ഏകദേശം 1 വർഷമായിട്ടുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ വിശദീകരിക്കാം. സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ 12-ഇഞ്ച് ഫ്രണ്ട് ഫയറിംഗ് ഡ്രൈവറാണ് ഇതിനുള്ളത്. ഡ്രൈവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോൺ റെസണൻറ്റ് വൂവൺ ഫൈബർ ഗ്ലാസ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർഷൻ വളരെ കുറവാണ്. എത്ര പവർഫുള്ളായിട്ട് വർക്ക് ചെയ്താൽ പോലും ഇതിന് ഡിസ്റ്റോർഷൻ ഉണ്ടാകത്തില്ല. പിന്നെ പറയുകയാണെങ്കിൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 106 dB ആണ്. മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 116 dB. അപ്പോൾ അറിയാമല്ലോ എത്രത്തോളം ഇതിന് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ബേസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ആംപ്ലിഫയർ പവർ എന്ന് പറയുമ്പോൾ 300 RMS ഉണ്ട്, 300 watts RMS. ഡൈനാമിക് പവർ 600 watts. പിന്നെ കാണുമ്പോൾ തന്നെ അറിയാം സംഭവം ഒരു മാസീവ് ആയിട്ടുള്ള ഒരു സബ് വൂഫറാണ്. 21 കിലോ ആണ് ഇതിൻ്റെ ഭാരം. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എൻക്ലോഷർ, അതായത് കവർ ഉണ്ടെങ്കിൽ ഗുണം എന്നാന്ന് വെച്ചാൽ ബാസ് ഡിസ്റ്റോർഷൻ ഉണ്ടാകത്തില്ല. നല്ല ഹൈ ബാസ് ആയിരിക്കും, നല്ല ഹെവി ബാസ് നമുക്ക് കിട്ടും. ഇപ്പം ഞാനിതൊരു ഫിലിമിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ റൂം കിടന്ന് കുലുങ്ങുന്ന രീതിയിലുള്ള ബാസ് ഈ ഒരു ചെറിയ സബ് വൂഫറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം ഒരു രക്ഷയില്ല, സൂപ്പറാണ്. സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 16 ഇഞ്ച് പൊക്കവും 19 ഇഞ്ച് ഡെപ്തും 14.5 ഇഞ്ച് വീതിയും ഉണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഡെമോ കാണിക്കാം. ഡെമോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഡ്രൈവറിൻ്റെ ഒരു പഞ്ച്, ഈ ബാസൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. 3 തരത്തിൽ നമുക്ക് ഇതിൽ കണക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കിനി നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കണക്ഷനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ നമുക്കിത് 3 രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് LFE എന്ന് പറഞ്ഞ ഈ പോർട്ടുണ്ട്. RCA കേബിൾസ് വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ പോർട്ടിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു AVR ഇല്ല, നമുക്കൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണുള്ളതെന്ന് വിചാരിക്കുക. സ്റ്റീരിയോ ആംപ്ലിഫയറുള്ള ഇൻപുട്ട് നമ്മൾ ഇതിൽ കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള ലോ ഫ്രീക്വൻസി സബ് വൂഫർ ഫിൽട്ടർ ചെയ്തിട്ട് ബാക്കിയുള്ള ഔട്ട്പുട്ട് നേരെ സ്പീക്കറിലോട്ട് കൊടുക്കുക, അതായത് ടവർ സ്പീക്കറോ ബുക്ക് ഷെൽഫോയിലേക്ക് കൊടുക്കുക. അങ്ങനെയുള്ള ഒരു യൂസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പോർട്ട് കൊടുത്തത്. ഇത് പറയുകയാണെങ്കിൽ ഫേസ് ആണ്, 0 ഉണ്ട്, 180 ഡിഗ്രി ഉണ്ട്. അത് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 0 ഡിഗ്രിയിലായിരിക്കും. ഇത് ഗെയിൻ, ഇത് ക്രോസ് ഓവറിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏത് ഹേർട്സിലാണ് സബ് വൂഫർ കട്ട് ഓഫ് ആവേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ ക്രോസ് ഓവർ ഇവിടെ 50 to 150 വരെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 50 ഹേർട്സ് ആണ് ഇട്ടിരിക്കുന്നതെങ്കിൽ 50 ഹേർട്സിൽ താഴെയുള്ള ഫ്രീക്വൻസി മാത്രമേ ഈ സബ് വൂഫർ എടുക്കത്തുള്ളൂ. അപ്പോൾ ഒരു കട്ട് ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം. ലോ പാസ് ഫിൽട്ടർ ആണ്. 150 ആണ് ഇടുന്നതെങ്കിൽ 100 ഹേർട്സ്, 90 ഹേർട്സ്, 80 ഹേർട്സ് എല്ലാം ഇതിൽ പ്ലേ ആവും. ഗെയിൻ എന്ന് പറഞ്ഞാൽ സബ് വൂഫറിൻ്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നോർമലി ഒരു സെൻട്രൽ പോയിന്റ് ഇട്ടാൽ തന്നെ നമുക്ക് റൂം ഷേക്കിംഗ് ആയിട്ടുള്ള ഒരു ബേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയുള്ളത് WA പോർട്ട് എന്നാണ്. ഈ പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സബ് വൂഫർ വയർലെസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ക്ലിപ്ച്ചിൻ്റെ തന്നെ WA2 എന്ന് പറഞ്ഞൊരു മോഡ്യൂൾ ഉണ്ട്. അത് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കണക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, നേരെ നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ആണ്. ഓണും ഉണ്ട്, ഓഫ് ഉണ്ട്, ഓട്ടോയും ഉണ്ട്. ഓട്ടോ എന്ന് പറഞ്ഞാൽ സിഗ്നൽ വരുന്ന സമയത്ത് മാത്രം സബ് വൂഫർ ഓൺ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടോ കൊടുക്കുന്നത്. ഫുൾ ടൈം ഓൺ ആയി കഴിഞ്ഞാൽ കുറച്ച് പവർ കൺസപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ബെറ്റർ ഓട്ടോയിൽ ഇട്ടാൽ മതി. ഇത് ഇതിൻ്റെ ഒരു പവർ ഇൻപുട്ട്, അത്രേ ഉള്ളൂ.